പെരുന്നാൾ നിസ്കാരം, ഖുതുബ, ദുആ അത് കഴിഞ്ഞിട്ടേ എല്ലാവരും എഴുന്നേക്കാം. ചിലർ നിസ്കാരം കഴിഞ്ഞ ഉടനെ അങ്ങോട്ട് പോകും, കബറിനടുക്കലക്കാം ദുആ ചെയ്യാറുണ്ടോ. ഇവിടെ നിസ്കാരത്തിന് ശേഷം മരണപ്പെട്ടവർക്കെല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യും, കൂട്ടമായി ദുആ ചെയ്യും. അതാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒറ്റയ്ക്ക് പോയി ദുആ ചെയ്യുന്നവർക്ക് ചെയ്യാം. പക്ഷേ നിസ്കാരം കഴിഞ്ഞ് ഇവിടുത്തെ ദുആ കഴിയാതെ ആരും പുറത്തേക്ക് പോകരുത്. ലവൈത്തുൽ ഈ ഹാലൽ മസ്ജിദില്ലാഹി തആല എന്നുള്ള ആ നിയത്തോടുകൂടെ നമ്മൾ ഇരിക്കേണ്ടതാണ്. പിന്നെ പെരുന്നാൾ നിസ്കാരം ആദ്യമായിട്ട് നമ്മൾ ചെറിയ പെരുന്നാൾ നമസ്കാരം 2 റക്അത്തായിട്ട് അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഇമാമോടുകൂടിയാണ് നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ട് 7 വജ്ജഹത്ത് ഓതിയിട്ട് 7 തക്ബീർ ചെല്ലണം. അല്ലാഹു അക്ബർ 7 തക്ബീർ ചൊല്ലിയിട്ട് ഫാത്തിഹ ഓതി വെക്കണം. രണ്ടാമത്തെ റക്അത്തിലേക്ക് വരുമ്പോഴും 5 തക്ബീർ ചെല്ലണം. ചില ഇമാമിങ്ങൾക്ക് ചിലർക്ക് അബദ്ധം പറ്റും. രണ്ടാമത്തെ റക്അത്തിലേക്ക് വരുമ്പോൾ പെരുന്നാളിൻ്റെ ആണെന്ന് ഓർക്കാതെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫാത്തിഹയിലേക്ക് കടക്കും. ഫാത്തിഹയിലേക്ക് കടക്കുമ്പോൾ ചിലപ്പോൾ ഓർമ്മ വരും. ഉടനെ പിന്നെ ഇങ്ങോട്ട് മടക്കാൻ പാടില്ല. കാരണം ഫാത്തിഹ ഓതൽ ഫർളാണ്, തക്ബീർ സുന്നത്തേ ഉള്ളൂ. ചിലയിടത്തൊക്കെ വലിയ കുഴപ്പമുണ്ടാവും. ഇമാമ അറിയാവുന്ന ഇമാമാണെങ്കിൽ ചിലപ്പോൾ തക്ബീർ ഫാത്തിഹയിലേക്ക് കടന്നു തക്ബീറിലേക്ക് വരില്ല. ആരോടനെ ഇമാമിനെ മാറ്റണം തരുമ്പോൾ തക്ബീർ സുന്നത്തേ ഉള്ളൂ. തക്ബീർ മുടങ്ങിയെന്ന് കരുതി നിസ്കാരത്തിന് യാതൊരു കുഴപ്പവും വരില്ല. അവിടെ നമുക്ക് ഇതുവരെ തടസ്സം വന്നിട്ടില്ല. രണ്ടാമത്തെ റക്അത്തിൽ 5 തക്ബീർ ചൊല്ലിയിട്ട് സൂറത്തുൽ ഫാത്തിഹ ചെയ്യണം. അപ്പോൾ നമുക്ക് പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ ഖുതുബ ഓതലാണ് നല്ലത്. അതുകൊണ്ട് നമ്മൾ ഖുതുബ ഓതായും കഴിഞ്ഞ് പ്രസംഗവും കഴിഞ്ഞിട്ട് ആരും പോകാം. നമ്മൾ ഒന്നാല് പള്ളിയിലാണ് വന്നിരിക്കുന്നത്. അള്ളാന്റെ പള്ളിയിൽ ഞാൻ താമസിക്കുന്നു എന്നുള്ള രീതിയോടുകൂടി ഇരിക്കണം. അതുകൊണ്ട് ഈ നിസ്കാരവും കഴിഞ്ഞ് ഖുതുബയും കഴിഞ്ഞ് ഇമാമിൻ്റെയും റസൂലിൻ്റെയും പ്രസംഗവും കഴിഞ്ഞ് ദുആ കഴിയാതെ അള്ളാന്റെ തോന്നിക്കോടുകൂടി ആരും എഴുന്നേൽക്കരുത്, പുറത്തോട്ട് പോകരുത്. പിന്നെ മയ്യത്ത് നിസ്കാരമുണ്ട്. നമ്മുടെ സെക്രട്ടറിയുടെ അനുജൻ അൻസർ മരണപ്പെട്ടു പോയിരുന്നത് അത് അള്ളാഹുവിൻ്റെ കഥയാണ്. പ്രത്യേകിച്ച് നല്ലൊരു മരണമാണ്. റമദാനിൽ അവസാനത്തെ 10-ലുള്ള ആ അവസാന നിലയിലാണ് മരണപ്പെട്ട. അള്ളാഹു അദ്ദേഹത്തിൻ്റെ പാവത്തെ പുറത്തു കൊടുക്കട്ടെ. അദ്ദേഹത്തിൻ്റെ പരലോകം അള്ളാഹു വിജയത്തിലാക്കി കൊടുക്കട്ടെ. നല്ല മരണമാണ്. അതുകൊണ്ട് എല്ലാവരും ഇത് കഴിഞ്ഞ് ഉടനെ മയ്യത്ത് കൊണ്ടുവരും. മയ്യത്ത് കൊണ്ടുവന്ന് മയ്യത്ത് നിസ്കാരം കഴിഞ്ഞിട്ടേ നമ്മൾ പോകാവൂ എന്നറിയിക്കുന്നു. നിങ്ങളൊക്കെ അനുസരണയുള്ളവരാണ്. അതുകൊണ്ട് അതേ പള്ളി നിസ്കാരം കഴിഞ്ഞാൽ അവിടെ തന്നെ നിങ്ങൾ ഖുതുബയും കഴിഞ്ഞ് പ്രസംഗവും ദുആയും കഴിഞ്ഞിട്ട് Allah
مولود هو جاز عن والده شيئا ألا إن وعد الله حق فلا تغرنكم الحياة الدنيا ولا يغرنكم بالله الغرور. وقال نبينا محمد صلى الله عليه وسلم كن في الدنيا كأنك غريب أو عابر السبيل وعد نفسك من أصحاب القبور فاتقوا الله وأجملوا في الطلب واعملوا للمنقلب ونافسوا في الطيب المكتسب فوالله ثم والله لا يعطي ويمنع ويضر وينفع إلا الله إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل وسلم على سيدنا محمد سيد العرب والعجم المبعوث إلى كافة الأمم. الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. اللهم صل وسلم على سيدنا محمد خاتم النبيين وشفيع المذنبين ورسول رب العالمين. اللهم صاحب رسول الله صلى الله عليه وسلم وخليفته أمير المؤمنين أبي بكر الصديق. اللهم رفيق رسول الله صلى الله عليه وسلم وخليفته أمير المؤمنين عمر بن الخطاب. اللهم سيد المصطفى وخاتمه أمير المؤمنين عثمان بن عفان. اللهم الإمام الأبرار والبطل الكرار أمير المؤمنين علي بن أبي طالب. الله أكبر الله أكبر الله أكبر. اللهم على سنة البراء أفضل من بايع نبيك تحت الشجرة رضي الله عنهم ورضوا عنه أولئك حزب الله ألا إن حزب الله هم المفلحون. الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. വാക്കുണ്ട്. നമ്മൾ നോമ്പ് പിടിച്ചു, തറാവീഹ് നമസ്കരിച്ചു, സക്കാത്ത് കൊടുത്തു, ദാനധർമ്മം ചെയ്തു. എന്നിട്ട് നമ്മൾ ആ തക്ബീറോടുകൂടെ പള്ളിയിലേക്ക് വരുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ വിളിച്ചുകൊണ്ട് യാ മലായികതി അലാ തൻദുറൂൻ ഇലാ ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലയോ മലക്കുകളെ, നിങ്ങൾ നോക്കുന്നില്ലേ എന്റെ സൃഷ്ടികളെ കുറിച്ച് നിങ്ങൾ നോക്കുന്നില്ലേ? റമദാനിൽ നോമ്പ് ഞാൻ അവർക്ക് നിർബന്ധമാക്കി, അതവർ ചെയ്തു. നിസ്കാരം നിർബന്ധമാക്കി, അതവർ ചെയ്തു. എന്തിനാ പെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടി തക്ബീർ ധ്വനികളും മുഴക്കിക്കൊണ്ട് ആവാനവൃദ്ധം ജനങ്ങളും പള്ളിയിലേക്ക് പോകുന്ന കാഴ്ച നിങ്ങൾ കണ്ടോ? യാ മലായികതി ഇന്നി ഉശ്ഹിദുക്കും. അല്ലയോ മലക്കുകളെ, നിങ്ങൾ ഞാനിതാ സാക്ഷി നിർത്തുന്നു. അവിടെ പാവങ്ങൾ പൊറുക്കപ്പെട്ടിരിക്കുന്നു, അവരെ സ്വർഗത്തിൽ നേരാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബുൽ ഇസ്സത്തായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ നമസ്കരിച്ച് നോമ്പ് പിടിച്ച് പെരുന്നാൾ നമസ്കാരത്തിലേക്ക് വരുമ്പോൾ അല്ലാഹു മലക്കുകളെ വിളിച്ചുകൊണ്ട് പറയുന്നതാണ്, മലക്കുകളെ നോക്കൂ, ആദ്യം ഞാൻ ആദമിനെ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചപ്പോൾ നിങ്ങളോട് അഭിപ്രായം പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞു തമ്മിൽ തല്ലി തലമുളർക്കുന്ന ഒരു ജനവിഭാഗത്തെ എന്തിനു സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് നീ നിങ്ങളൊക്കെ പറഞ്ഞവരല്ലേ? ഇന്നിതാ നോക്കൂ, അവരെത്ര അനുസരണമുള്ളവരാണ്. നിസ്കരിച്ചു, നോമ്പ് പിടിച്ചു, സക്കാത്ത് കൊടുത്തു, ദാനധർമ്മം ചെയ്തു, പിതൃ സക്കാത്ത് കൊടുത്തു. എന്നിട്ട് അവർ എന്നെ സ്തുതിക്കാൻ വേണ്ടി, വിവാദത്തെടുക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോകുന്ന കാഴ്ച നിങ്ങൾ കണ്ടില്ലേ? നിങ്ങളുടെ ധാരണ സാക്ഷി എടുത്തിക്കൊണ്ട് പറയുന്നു, അവിടെ പാപങ്ങൾ ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഭാഗത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അതുകൊണ്ട് പിതൃ സക്കാത്ത് പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പാണ് കൊടുക്കേണ്ടത്. ആർക്കെങ്കിലും കൊടുക്കാൻ ഒത്തില്ലെങ്കിൽ കവാ വീട്ടി അവിടെ ചെന്നിട്ട് കൊടുക്കുക. 2.5 കിലോ അരി ഒരാൾക്ക് കണക്കാക്കി കൊടുക്കണം. നമുക്ക് ചെലവ് കൊടുക്കൽ നിർബന്ധമായത് എത്രയുണ്ടോ അവർക്ക് വേണ്ടി കൊടുക്കണം. മുതലിൻ്റെ സക്കാത്തും നമ്മൾ റമദാനിലാണ് കൊടുക്കുന്നത്. 2.5% അത് നമ്മൾ കൊടുക്കണം. നമ്മുടെ ബാങ്കിലുണ്ടെങ്കിലും നമ്മുടെ പെട്ടിയിലുണ്ടെങ്കിലും എവിടെ ഉണ്ടെങ്കിലും കച്ചവടക്കാരും അങ്ങനെ തന്നെ 2.5% വെച്ച് കൊടുക്കേണ്ടതാണ്. അല്ലാഹു
സക്കാത്ത് കൊടുക്കുന്നവരാണ്, ദാനധർമ്മം ചെയ്യുന്നവരാണ്. അവരൊക്കെ പറയാവുന്നവർക്ക് കൊല്ലത്ത് വന്നാൽ പെരുവിൽ പള്ളിക്കോ മദ്രസയ്ക്കോ പെരുവിൽ വന്നാൽ പറയും കൊല്ലത്ത് വന്നാൽ ഞങ്ങൾക്ക് സന്തോഷമാണ്, ആരും കയ്യൊടിയില്ലാന്ന്. നല്ല അമാവ് സുഹൃത്തുക്കളെ മാലിക്കുമെന്ന് നീരാറൊക്കെ വന്ന സ്ഥലമല്ലേ, ഒന്നാം ഔലിയാക്കന്മാർ സാധാത്യങ്ങൾ അത്യാവശ്യം കൊള്ളുന്ന സ്ഥലമല്ലേ. ആ നാട്ടിൽ ജനിക്കാൻ ആ ഭാഗ്യം വരുന്നത് തന്നെ നമുക്ക് നല്ലതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല നിലയിൽ ജീവിച്ചീമാനോട് ഭരിക്കാൻ തൗഫീഖ്. എല്ലാവരും നിസ്കാരത്തിലേക്ക് കടന്നിട്ടുണ്ട്. ഈ നിസ്കാരം നിങ്ങൾ മുടക്കരുത്, മരിക്കുന്നവരെ മുടക്കരുത്. നമുക്ക് നമസ്കാരം ഇല്ലാത്തതിനോടുകൂടി മരിച്ചാൽ അല്ലാഹു കാക്കട്ടെ, നമസ്കാരം ഉള്ളതിനോടുകൂടി നമ്മൾക്ക് മരിക്കണം. അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളോട്, നിങ്ങൾ 60 വർഷമായി നിങ്ങളുടെ ഇമാമാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഏറ്റവും സ്നേഹമുള്ളതുകൊണ്ട് പറയുന്നത്, നിങ്ങൾ ആരുടെ നോക്കത്തെ നമസ്കാരം മുടക്കരുത്. നിസ്കരിച്ചുകൊണ്ട് നമ്മൾ നിൽക്കാനുള്ള നിലയിലാണ് നമ്മൾ മരിക്കേണ്ടി വന്നാൽ നമ്മൾ വിജയിച്ചു. അതുകൊണ്ട് ഞാൻ ദുആ ചെയ്യാൻ പോവുകയാണ്. ഇനി മുതൽ മരിക്കുന്നവരെ ഞങ്ങൾ നമസ്കാരം മുടക്കുകയില്ല എന്നുള്ളവരുടെ കരങ്ങളൊന്ന് ഉയർത്തിയിട്ട് എല്ലാവരും നീണ്ടു വരട്ടെ. ഇനി എന്തിനു മടിക്കുന്നു? ഗുരു തക്ബീർ, ഗുരു തക്ബീർ, ഗുരു തക്ബീർ. ഈ പ്രദേശം നിറവേറ്റുന്നതിന് ഞങ്ങൾക്ക് സാധുക്കളാണ്. ഒരു കുഞ്ഞിനെ പോലും ഈ നരകത്തിൽ ഇട്ടുകളെയല്ല അമ്മ ഉടച്ചവരെ. എൻ്റെ നേതാക്കൾ, എൻ്റെ ഭരണകർത്താക്കൾ പലരും മരണപ്പെട്ട് ആ പള്ളിക്കാട്ടിൽ കിടക്കുകയാണ്. അല്ലാഹുവേ പാവങ്ങളെയൊക്കെ പുറത്തു മാപ്പാക്കട്ടെ, ആ സ്വർഗത്തിന് അങ്ങനെയാക്കി തീർക്കട്ടെ. ഉടച്ചവരെ ഈ ജമാഅത്തിന് നീ പുരോഗതിയിലേക്ക് നീ ഉയർത്തണം. ഉടച്ചവരെ ഐക്യത്തോടുകൂടെ ഒരു ചരടിൽ കൊടുത്ത പവിഴകളെ പോലെ പ്രസവിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് നൽകണം. ഉടച്ചവരെ ഞങ്ങൾ മരിക്കുമ്പോൾ ഈമാനോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമ ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് നൽകണം. ഉടച്ചവരെ ഞാൻ എൻ്റെ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ പ്രസംഗത്തിൽ ചില കാര്യങ്ങൾ പറയാനുണ്ട്. അതിനുശേഷം ദുആയുണ്ട്. ആരും ഈ ദുആയിൽ പങ്കെടുക്കാതെ പോകരുത്. നമ്മുടെ കാര്യം ചോദിക്കും, എന്നിട്ട് മരണപ്പെട്ടവരുടെ പാപത്തിന് വേണ്ടി പാപം മുറുക്കിട്ടാൻ വേണ്ടി ആ ദുആ ചെയ്യും. അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് സലാത്ത് വേണ്ടി മുസാഫഹത്ത് ചെയ്യുന്നത് നല്ലതാണ്. വരുന്ന ദുആ കഴിഞ്ഞിട്ട് മുസാഫഹത്ത് ചെയ്ത് നമുക്ക് പിരിയാം. അതുകൊണ്ട് ആരും എഴുന്നേൽക്കരുത്. അൽഹംദുലില്ലാഹ് എൻ്റെ ജമാഅത്ത് അംഗങ്ങൾ അനുസരണയുള്ളവരാണ്. ആരും എഴുന്നേൽക്കരുതെന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റിട്ടില്ല. അല്ലാഹു മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണം. പഠിച്ചവനെ ഈമാനോടുകൂടി ഞങ്ങൾ പഠിപ്പിക്കണം. പഠിച്ചവനെ എല്ലാ ബലാ മുസീബത്തിനെ തൊട്ടും നീ കാക്കണം. പഠിച്ചവനെ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം. നമ്മുടെ ജമാഅത്ത് ബഹുമാനയായ ഇമാം മൗലവി, അസിസ്റ്റന്റ് ഇമാം ജനാബ് ബഷീർ മന്നാനി, പ്രിയമുള്ള ജമാഅത്ത് അംഗങ്ങളെ, സുഹൃത്തുക്കളെ, നമ്മളൊക്കെ കഴിഞ്ഞ ഒരു മാസക്കാലത്തെ കഠിന വ്രതാനുഷ്ഠാനത്തിന് ശേഷമാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ നമ്മുടെ ജമാഅത്ത് അംഗങ്ങളെ ഉണർത്തിച്ച നിരവധി വിഷയങ്ങൾ നമ്മളെ സംബന്ധിച്ചുള്ള ഏറ്റവും നിർണായകമായ ഒരു സമയത്തിലൂടെയാണ്. നമ്മൾ നിർദ്ദേശിക്കുന്നത് നമ്മുടെ രാജ്യത്ത് ഇസ്ലാം മത വിശ്വാസികൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പലപ്പോഴും അത് നമ്മുടെ മനസ്സിലൊക്കെ കടന്നു പോകുമെങ്കിലും ചരിത്രത്തിന്റെ ഏടുകൾ പരിശോധിച്ചാൽ ഒരിക്കലും ഒരു കാലഘട്ടത്തിലും ഉണ്ടാകാത്ത തരത്തിലുള്ള മാറ്റങ്ങൾ നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഭരണാധികാരികൾ തന്നെ, ഭരണം കൈയാളുന്നവർ തന്നെ ആളുകളെ തമ്മിൽ വേർതിരിച്ച് ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ പേരിൽ വേർതിരിച്ച് കാണുകയും അതൊരു ശരിക്കും പറഞ്ഞാൽ അതൊരു ഫാഷനാക്കി, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അതൊരു ഫാഷനാക്കി എങ്ങനെയൊക്കെ രാഷ്ട്രീയമായി അത് ഉപയോഗിക്കാൻ കഴിയുമോ എന്ന് ശ്രമിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ഉൾപ്പെടെ. ഞാനത് പറയാതിരിക്കാൻ കഴിയുന്നില്ല. നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ ദിവസവും നടക്കുന്ന സംഭവവികാസങ്ങൾ ഒരു സമുദായത്തെ തകർക്കാൻ എങ്ങനെ കഴിയുമെന്ന് അദ്ദേഹം ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ അവർ ഉൾക്കൊള്ളുന്ന ഒരു സമുദായത്തിന് വേണ്ടിയിട്ടല്ല, രാഷ്ട്രീയമായി വീണ്ടും വീണ്ടും ഇവിടെ നിലനിൽക്കുവാനും ഈ രാജ്യം തകർക്കാൻ കഴിയുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു ശക്തികളാണ്. ഈ രാജ്യത്ത് അസ്വസ്ഥത സൃഷ്ടിച്ച് അന്യോന്യം തമ്മിലടിപ്പിച്ച ആളുകളെ ഓരോ തട്ടുകളിലാക്കി ജാതിയും മതവും പറഞ്ഞ് എങ്ങനെ തകർക്കാൻ കഴിയുമെന്ന് ശ്രമിക്കുന്ന ഒരു ഭരണാധികാരികൾ. ഒരുപക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത് 143 കോടി ജനങ്ങൾ വരുന്ന രാജ്യത്ത് ഏകദേശം
സമൂഹത്തെയാണ് ഒറ്റ മാറ്റി നോക്കിയിട്ട് പരീക്ഷണം നടത്തുന്നത്. അങ്ങനെയുള്ള ഒരു രാജ്യവും ഒരിക്കലും ഇസ്ലാം മാത്രം ഉൾക്കൊള്ളുന്നതിനപ്പുറമാണ് നമ്മുടെ അയൽ രാജ്യവുമായ പാകിസ്ഥാൻ. ആ പാകിസ്ഥാന്റെ സ്ഥിതി നമുക്ക് കഴിഞ്ഞാൽ കൂടുതലായിട്ടൊന്നും കടന്നു പോകുന്നില്ല. തകർന്ന് തരിപ്പണമായ പട്ടിണി രാജ്യമായി മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഒരിക്കലും അവിടെയും മതപരമായി അല്ലെങ്കിലും ജാതീയമായും പല തരത്തിലുള്ള സംഘർഷാവസ്ഥകളാണ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നവര് അവരിനി വരികയാണെങ്കിൽ ഇത് രാമരാജ്യമാക്കും, ഹിന്ദു രാഷ്ട്രമാക്കും എന്നവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ ഏക സിവിൽ കോഡ് നടപ്പാക്കുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മതേതരത്വവും ജനാധിപത്യവും ഇല്ലാതാക്കും, ഇന്ത്യയുടെ പേര് തന്നെ മാറ്റുമെന്ന് പറഞ്ഞു. വളരെ ഗൗരവമുള്ള സംഗതിയാണ്. നമ്മുടെ ഈമാൻ വരെ ഇല്ലാതായി പോകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇതുവരേക്കും ഒന്നും തുറന്നു പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ നാട്ടിൻ്റെ നന്മയ്ക്ക് ഈമാൻ രക്ഷപ്പെടാൻ വേണ്ടി, നമ്മൾ മരിക്കുമ്പോൾ ഈമാനോട് മരിക്കാൻ വേണ്ടി നമ്മൾ ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ ഈ വർഗീയ പാർട്ടികൾ വരാൻ നമ്മൾ ശ്രമിക്കരുത്. അതുകൊണ്ട് ജനാധിപത്യം നിലനിൽക്കണം, മതേതരത്വം നിലനിൽക്കണം, ഇന്ത്യ എന്നുള്ള പേരിൽ നിൽക്കണം. ഓരോ മതക്കാരും ഓരോ മതം അനുശാസിക്കുന്ന നിലയിൽ വിശ്വസിക്കുവാനും പ്രവർത്തിക്കുവാനും പ്രചരിപ്പിക്കുവാനും അധികാരമുണ്ട്. അതുകൊണ്ട് ആ നിലയിൽ നമ്മൾ നീങ്ങണമെന്ന് ഞങ്ങൾ ഒരിക്കലും വേറൊരു വിഷയം ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ദീൻ പരാജയപ്പെടും, ദീനിന് അപകടം പറ്റുമെന്ന് പറഞ്ഞില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഞങ്ങളോട് തുറന്നു പറയുന്നത്. ഇത് നിങ്ങൾ സ്വീകരിക്കണം എന്നുകൂടി അറിയിക്കുന്നു. ദുആ ചെയ്യാൻ പോകുന്ന മയ്യത്തിന് വേണ്ടിയും നമ്മൾ നമസ്കരിച്ചവർക്ക് വേണ്ടിയും എല്ലാവരും ആമീൻ പറയും. ഇടിക്കുന്ന പിന്നെ ഇടിച്ചാൽ اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. اللهم أوصل وبلغ من الأبواب ما قرأناه من القرآن العظيم وما صليناه هذه هدية ناصرة ورحمة ناصرة وبركة شاملة منا إلى حضرة روح سيدنا ومولانا ومرشدنا ومنجينا وهدينا محمد صلى الله عليه وسلم إلى حضرة جميع الأنبياء والمرسلين عليهم الصلاة والسلام، إلى حضرة جميع الأولياء والعلماء والشهداء والصديقين والصالحين، إلى حضرة أرواح من ماتوا منا، إلى حضرة أرواح من دفنوا في حوالي المسجد، إلى حضرة جميع المسلمين والمسلمات والمؤمنين والمؤمنات. اللهم حصل مرادنا مراد من أوصانا، وقض حاجاتنا وقض حاجات من أوصانا، واشف أمراضنا واشف أمراض من أوصانا بحق هؤلاء المذكورين. اللهم اجعل قبورنا وقبورهم روضة من رياض الجنة، ولا تجعل قبورنا وقبورهم حفرة من حفر النيران. اللهم اتق رقابنا ورقاب آبائنا وأمهاتنا وإخواننا وأخواتنا وأساتذتنا ومشايخنا من النار. أرحم الراحمين الله. ഞങ്ങളുടെ എന്തെങ്കിലുമൊക്കെ തെറ്റുകളോ കുറ്റങ്ങളോ വന്നുപോയിട്ടുണ്ടെങ്കിൽ നീ അർഹമുറാഹിമീനാണ്, നീ ഗഫൂറുറാഹിമാണ്, നീ പുറത്ത് മാപ്പാക്കണം പഠിച്ചത്. ഞങ്ങളുടെ നമസ്കാരങ്ങൾ നീ സ്വീകരിക്കണം പഠിച്ചത്. ഞങ്ങളുടെ നോമ്പുകൾ നീ സ്വീകരിക്കണം പഠിച്ചത്. ഞങ്ങളുടെ സക്കാത്ത് നീ സ്വീകരിക്കണം പഠിച്ചത്. ഞങ്ങളുടെ സൽക്കർമ്മങ്ങൾ നീ സ്വീകരിക്കണം പഠിച്ചത്. പഠിച്ചവരുടെ ഈ പരിശുദ്ധമായ ഈ പെരുന്നാൾ ദിവസത്തിൽ ഇനി ഞങ്ങൾ മരിക്കുന്നത് വരെ അഞ്ചൊക്കെ നമസ്കാരം മുടക്കുകയില്ല എന്ന് പ്രതിജ്ഞ എടുത്തു. അത് നീ പൂർത്തിയാക്കാൻ പൂർണ്ണമാക്കാൻ നീ തോപ്പിക്കണം പഠിച്ചത്. ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ പോലും നീ നരകത്തിൽ തള്ളിക്കളയല്ല. ഈ ജമാഅത്തിന് നേതൃത്വം നൽകിയവർ, ഭരണകർത്താക്കൾ, ബന്ധുമിത്രാദികൾ, ഈ ജമാഅത്തിന് പല നിലയിൽ സഹായിച്ച പല സഹോദരന്മാരും ഈ പള്ളിയുടെ പരിസരത്ത് കിടക്കുകയാണ്. പഠിച്ചവരെ അവിടെയൊക്കെ പാവങ്ങളെ നീ പൊറുക്കണം പഠിച്ചത്. അവിടെയൊക്കെ കബറുകളെ നീ വിശാലമാക്കണം പഠിച്ചത്. ഇന്ത്യ രാജ്യത്തെ നീ രക്ഷപ്പെടുത്തണം പഠിച്ചവന്. വർഗീയതയിൽ നിന്ന് രക്ഷപ്പെടുത്തണം പഠിച്ചവന്. ലോകാവസാനം വരെ ഖുർആനും ഹദീസും ശരീഅത്തും അനുസരിച്ച് ജീവിച്ച് ഈമാനോട് മരിക്കാൻ ഈ തൗഫീഖ് നൽകണം പഠിച്ചത്. ഞങ്ങളുടെ ഇന്ത്യ രാജ്യത്ത് ഈ രക്ഷപ്പെടുത്തണം പഠിച്ചവന്. വർഗീയവാദികളുടെ കയ്യിൽ കൊടുക്കല്ല അല്ലാഹ്. ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി ഒരു കുടുംബത്തിലുള്ള അംഗങ്ങൾ
കൊടുക്കാൻ നീ ഇടയാക്കണം പഠിച്ചത്. ഒരു തെറ്റും ഇനി ഞങ്ങൾ ചെയ്യാൻ ഇടയാക്കല്ല. മരിക്കുന്നത് വരെ നീ ഹറാമാക്കിയ ഒന്നും ചെയ്യാൻ നീ ഇടയാക്കല്ല. നീ നിർബന്ധമാക്കിയ കാര്യങ്ങൾ നമസ്കാരം നോമ്പ് ഒരു വീഴ്ചയും വരുത്താതെ നിർവഹിക്കാൻ നീ തൗഫീഖ് പഠിച്ചത്. ഈ ജമാഅത്തിനെ നീ പുരോഗതിയിലേക്ക് ഉയർത്തണം പഠിച്ചത്. ഞങ്ങളുടെ ഇടയിൽ ഐക്യവും യോജിപ്പും ഉണ്ടാക്കണം പഠിച്ചത്. ഒരു കുടുംബത്തിലുള്ള അംഗങ്ങളെ പോലെ കഴിയാൻ തൗഫീഖ്. ഈ ജമാഅത്ത് ഭരണകർത്താക്കളെയും നീ രക്ഷപ്പെടുത്തണം പഠിച്ചത്. ദീനിയായ നിലയിൽ ഭരിക്കാൻ നീ തൗഫീഖ് പഠിച്ചത്. എല്ലാ മുസീബത്തിനെ തൊട്ടും കാക്കണം പഠിച്ചത്. പല രോഗികൾ ഈ റമദാനിൽ നോമ്പ് പിടിക്കുന്നവർക്ക് ഇഫ്താർ നടത്താനും സദഖ പലതും ചെയ്തിട്ടുണ്ട് പഠിച്ചവന്. ആരൊക്കെയാണോ അവിടെ സദഖ ചെയ്തിട്ടുള്ളത്, ആരുടെയൊക്കെ രോഗം മാറാൻ വേണ്ടിയാണ് സംഭാവനയായിട്ടുള്ളത്. സദഖ വിപത്തിനെ തടയുന്ന ഹദീസാണ്. അതുകൊണ്ട് പല രോഗങ്ങളിൽ കഴിയുന്നവരുടെ രോഗങ്ങൾ നീ മാറ്റിക്കൊടുക്കല്ല. ഞങ്ങളുടെയും രോഗം നീ മാറ്റിത്താവല്ല. ഞങ്ങൾക്ക് ഇരുവരെയും നല്ല ആരോഗ്യം മാറ്റത്തിൽ തന്നിരുന്നവർ ശ്രദ്ധിക്കുന്നു പഠിച്ചവന്. ഈ രോഗത്തോട് വിട്ടുപിരിയുന്നത് വരെ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ആരോഗ്യത്തോടുകൂടെ നിങ്ങൾക്ക് വേണ്ടി ഭാരത്തെടുക്കാൻ നിന്റെ നീതിന് വേണ്ടി സേവനം ചെയ്യാൻ തോന്നിക്കല്ലോ പഠിച്ചവനെ. ഞങ്ങൾ നിന്റെ നീതിന് വേണ്ടി സേവനം ചെയ്തിട്ടുണ്ട്. പള്ളിക്ക് വേണ്ടി, യതീംഖാനകൾക്ക് വേണ്ടി, അറബി കോളേജിന് വേണ്ടി എല്ലാം സേവനം ചെയ്തിട്ടുണ്ട്. അത് സദക്കയുടെ കൂട്ടത്തിൽ പെടുത്തണം പഠിച്ചവന്. അതിൽ ഇന്ത്യയാകെ രോഗമാന്യതല്ല. യതീമക്കളെ സംരക്ഷിക്കുന്നവരും അതുപോലെ ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്നവരും സ്വർഗത്തിൽ അർഹരാകുന്ന ആ വിഭാഗത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം പഠിച്ചവന്. പൊറുക്കണം പഠിച്ചവന്. ഈ നാട്ടിൽ നിന്റെ അഹമ്മത്തും പൊറുക്കത്തും നീ വർഷിപ്പിക്കണം പഠിച്ചവന്. ഈ ജമാഅത്തുകാരെ സാധുക്കളാണ് പഠിച്ചവന്. നിന്നെ അനുസരിക്കുന്നവരാണ് പഠിച്ചവന്. അവരോട് നമസ്കാരം വേണ്ടി കഥാക്കാൻ ഇടയാക്കല്ല. എല്ലാ തെറ്റിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ തോന്നിക്കല്ലോ പഠിച്ചവന്. അവരും ഞങ്ങളുമൊക്കെ ഈ ലോകത്തോട് വിടവാകുമ്പോൾ ഉറച്ച ചൊല്ലി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് ചൊല്ലി മരിക്കാൻ തൗഫീഖ് നൽകണം പഠിച്ചവന്. സ്വർഗത്തിന്റെ ഫോട്ടോ കൊണ്ട് മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം പഠിച്ചവന്. ഈ ജമാഅത്തിനെയും മദ്രസകളെയും ഞങ്ങളുടെ മന്നാനിയ സ്ഥാപനങ്ങളെയും ദീനി സ്ഥാപനങ്ങളെയും ഒക്കെ ഖിയാമത്ത് നാൾ വരെ നിലനിർത്താ അല്ലാഹ്. ഇന്ന് മരണപ്പെടുത്തുന്ന കബറിലേക്ക് കൊണ്ടുപോകാൻ അൻസറിന്റെ പാവത്തെ നീ പൊറുക്കണം പഠിച്ചവന്. കബറിനെ നീ വിശാലമാക്കണം പഠിച്ചവന്. അവരെയും ഞങ്ങളെയും ആ കുടുംബത്തെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളെല്ലാവരെയും ഈ സ്വർഗത്തിൽ കടത്തണം പഠിച്ചവന്. ഒരു കുഞ്ഞിനെ പോലും നീ തള്ളിക്കളയല്ലേ അല്ലാഹുവേ. നിന്റെ റഹ്മത്തും ബറക്കത്തും ഞങ്ങളിലും ഞങ്ങളുടെ നാട്ടിലും ഞങ്ങളുടെ ഭവനങ്ങളിലും നീ വർഷിപ്പിക്കണം പഠിച്ചവനെ. സ്വർഗത്തിന്റെ ഫോട്ടോ കൊണ്ട് മരിക്കാൻ തൗഫീഖ് നൽകണം പഠിച്ചവന്. ഞങ്ങളുടെ സേവനങ്ങൾ പള്ളിക്കും മദ്രസയ്ക്കും യതീംഖാനകൾക്കും ഒക്കെ ചെയ്ത സേവനങ്ങൾ നീ സ്വീകരിക്കണം പഠിച്ചവന്. അതിനൊക്കെ നീയായ ലോകമാന്യത ഈ തരല്ല മരിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ ഫോട്ടോ കൊണ്ട് മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം പഠിച്ചവനെ. ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണം പഠിച്ചവനെ. സല്ലല്ലാഹു അലൈഹി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ. സലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. محمد
ഞാൻ പറയാം പള്ളിയിലാണ്. ഷാജി ഉച്ചനാളിലെ നമ്മളുമായിട്ടുണ്ടായിരുന്നു അവിടെ പഠിക്കാനൊക്കെ ഉണ്ടായിരുന്ന ആളാണ് ഡോക്ടറൊക്കെ